ഡിഗ്രി ലെവൽ നല്ല പരീക്ഷകളാണ് വരാനിരിക്കുന്നത്. നമുക്ക് കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ നമുക്ക് ഡിഗ്രി ലെവൽ കാത്തിരിക്കുന്നവർക്കായിട്ട് വരാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന നവംബർ 20 ഒരു ഡിഗ്രി പ്രിലിംസ് ഓൺലി ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങളുടെ ലക്ഷ്യം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, എല്ലാ ഡിഗ്രി ലെവലിനും ഒരൊറ്റ പ്രിലിംസിൻ്റെ സിലബസ് ആണുള്ളത്. അപ്പോൾ ഒരൊറ്റ പഠനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3, 4, 5 പ്രിലിംസ് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഒപ്പം അതിൻ്റെ എല്ലാം മെയിൻസിനും കൂടെ ഈ പേപ്പർ 1 നമുക്ക് ഇതേ സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഠനം ഒന്നുകൂടെ നമുക്ക് ഊർജിതമാക്കി പിന്നെ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസിന് മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഡിഗ്രി ലെവൽ ജോലി എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. സോ ഈ ഒരു പഠനം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഏകദേശം 40-ഓളം ഡിഗ്രി ലെവലിലുള്ള ചോദ്യ പേപ്പറുകളെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് അതിലൂടെ എല്ലാം കടന്നു പോകുന്ന NCERT ലെവലിലുള്ള സിലബസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കോഴ്സ് ആൾറെഡി മോഡൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ കട്ടക്ക് നിൽക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മളും നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ ആ ഒരു ഡിഗ്രി ലെവൽ ജോലി എന്ന സ്വപ്നത്തിലേക്ക്. കാരണം കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡൊക്കെ ഏകദേശം 3000-ന് മുകളിൽ നിയമനം നടക്കുന്നതാണ്. ഒപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു. പിന്നെ ഫിസിക്കലുള്ള പരീക്ഷകളായിട്ടുള്ള SI, അസിസ്റ്റന്റ് ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള പരീക്ഷകൾക്കും ഒക്കെ ഒരൊറ്റ പഠനം കൊണ്ട് ക്ലിയർ ചെയ്ത് പിന്നീടുള്ള വർഷങ്ങൾ നമുക്ക് എനിക്ക് ഏറ്റവും ബെറ്റർ ഡിഗ്രി ലെവൽ ഏതാണ് എന്ന് നമുക്കിങ്ങനെ ഓരോന്നും നിരത്തി വെച്ചിട്ട് അതിലേറ്റവും ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. അപ്പം നവംബർ 20 എല്ലാവരും സെറ്റല്ലേ? അപ്പോൾ തുടക്കം മുതൽ തന്നെ നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് കാണാം.